അതുപോലെ തന്നെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഈ മൂവി റിവ്യൂ അതൊക്കെ പരിപാടിയാ. അത് എന്നാന്ന് പറയട്ടെ, അത് പിന്നെ ചില ആളുകൾ ഇപ്പം 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതൊരു 5 പേരോളം നല്ല കാര്യമേ വരുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്കി വെക്കുന്നവർക്ക് അതൊരു ബിസിനസ്സാണ്. അതിന് കുറ്റം പറയാൻ പറ്റില്ലെന്നേ. പ്ലസ് പറയുന്ന ആൾക്കാർക്കൊരു ബിസിനസ് നടക്കുന്നുണ്ട്, മൈനസ് പറയുന്നവർക്കും ജീവിക്കണ്ടേ? അല്ല, അങ്ങനെ മൈനസ് പറഞ്ഞവർക്കും ജീവിക്കണം. ആ മൈനസ് പറയുന്നവർ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഈ പയ്യ ഇങ്ങനെ വിരലും കൊണ്ട് കുത്തിക്കുക, കത്തി എടുത്ത് കുത്തരുത്, ഇങ്ങോട്ട് ചോര വരും. ഇങ്ങനെ ഇങ്ങനെ കുത്തിയ കുഴപ്പമില്ല. എടാ ഇങ്ങനെ കുത്തി കത്തി എടുത്തിട്ട് കുത്തിയിട്ട് പറഞ്ഞാൽ അവനെ കുത്തിക്കയറ്റരുത്. സത്യസന്ധതയൊക്കെ ആയിരിക്കും വിലയും അന്നേരം. പക്ഷെ അങ്ങനെ ഉള്ള മുളക്കൂണില്ലേ, കൂണും കുറെ പൊട്ടി മുളയ്ക്കും, എല്ലാം ഒന്നും നിലനിൽക്കില്ല. ചിലത് നല്ലതായിരിക്കും, ഇവിടുന്ന് മുട്ട പോരും, അത് ചീഞ്ഞു. സത്യത്തിനേ വിലയുള്ളൂ. സത്യസന്ധതയ്ക്ക് വിലയുണ്ട്, നീതി കേട്ടിന് വിലയില്ല കേട്ടോ. അത് ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രകൃതി നിയമ, ദൈവാധീനമാണ്, ദൈവം പറയുന്ന. നീതിക്കാ വിലയുള്ളൂ സത്യത്തിന്. അല്ലാതെ ഈ കള്ളത്തരത്തിനും ഇങ്ങനെയുള്ള സംഭവത്തിന് ആയുസില്ല എന്നാണ് പറയുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ അത് പോവും, ചാടി പോവുകയും ചെയ്യും. എല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ ദുരിതം പിന്നെയും കിടക്കും. അങ്ങനെ നടക്കും.